ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സേതുവിനോട് വെല്ലുവിളിച്ചിട്ട് സ്വാതിയെ തൻ്റെ ഉള്ളം കയ്യിൽ പമ്പരം കറക്കുന്നത് പോലെ കറക്കും എന്ന് ഇന്ദ്രൻ പറഞ്ഞിരിക്കുക. എന്നിട്ടാണെന്നുണ്ടെങ്കിലോ നമ്മുടെ സേതുവിനെ ചതിക്കാനും അല്ലെങ്കിൽ പല്ലവിയോട് പകരം വീട്ടാനും ഒക്കെ ആയിട്ട് സ്വാതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ പെങ്കൊച്ചിനെ കൂട്ടുപിടിക്കുന്നു. ആ കൊച്ചൊന്ന് സുന്ദരിയാണെന്നും കണ്ടാൽ ആരും ഒന്ന് നോക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ കൊച്ച് ഫ്ലാറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വാതിയെ വശീകരിച്ച് പിടിക്കാനായിട്ട് ഒരു യന്ത്രമായിട്ട് ഈ കൊച്ചിനെ ഉപയോഗിക്കാനായിട്ടാണ് ഇന്ദ്രൻ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. എന്നിട്ട് ഈ സ്വാതിയോട് തനിക്ക് എന്തൊരു ക്രഷ് ഉണ്ടെന്നും അത് സ്വാതിയോട് പറയണമെന്നും അതുപോലെ തന്നെ സ്വാതിയോട് പറഞ്ഞ് എനിക്ക് സ്വാതിയായിട്ട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇന്ദ്രൻ ഈ പെങ്കൊച്ചിനോട് പറഞ്ഞു പിടിപ്പിക്കുക. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമാകുമോ ഇന്ദ്രേട്ടാന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നവുമില്ല, താൻ ഇതിൻ്റെ ഇടയിലുണ്ടെന്ന് ആരും അറിയില്ല, ഒരു അവസരം ഉണ്ടാക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നതേ തൻ്റെ വരുതിക്ക് കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളൊരിതിൽ നിൽക്കുക. അപ്പോൾ ഈ സേതു അവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് സേതുവിനെ അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ഒപ്പിക്കുന്നു ഈ ഇന്ദ്രൻ, അതും ഈ പെങ്കൊച്ചിനെ കൊണ്ട്. അങ്ങനെ സേതുവും കൂട്ടുകാരുമാണല്ലോ അവിടുത്തെ ക്യാൻറ്റീൻ നടത്തുന്നത്. അങ്ങനെ ഈ പെങ്കൊച്ച് അവിടെ ഭക്ഷണം കഴിക്കാനായിട്ടോ വെള്ളം കുടിക്കാൻ ഏതാണ്ടിന് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ മുഴുവനും വൃത്തികേടാക്കുക. അപ്പോൾ അവിടെ മുഴുവൻ വൃത്തികേടാക്കി കഴിയുമ്പോൾ സേതു അത് ക്ലീൻ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നീങ്ങുമല്ലോ. അപ്പോൾ അടുത്ത പണിയാണ് ഇവർ ഉദ്ദേശിച്ചത്. എന്തായാലും ഈ പെങ്കൊച്ച് ക്യാൻറ്റീനിലേക്ക് ചെന്നു. 2-3 കൂട്ടുകാരെ വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. ചെന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കലും കുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ മുഴുവൻ വൃത്തികേടാക്കി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ സേതുവിന് ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കാരണം വൃത്തിയുമെനയില്ലാത്ത രീതിയിലാക്കി ഇട്ടേക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേ. അപ്പോൾ അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് സേതു ആണെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ക്ലീനിങ് മെറ്റീരിയലൊക്കെ ഇരിക്കുന്ന അങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്ന് മോപ്പോ മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അങ്ങ് പോയി. അപ്പോൾ ഈ നമ്മുടെ ഹരിയും അതുപോലെ തന്നെ ചേട്ടനും ഉണ്ണിക്കുട്ടനൊക്കെ പറഞ്ഞു ഞങ്ങൾ ക്ലീൻ ചെയ്തോളാമെന്ന്. ആ പെൺപിള്ളേർ വന്ന് മനഃപൂർവ്വം ചെയ്തിട്ടിട്ട് പോയതാണെന്ന് പറയുമ്പോൾ സാരമില്ല, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോ, ഞാനിത് ക്ലീൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോഴും ഇന്ദ്രൻ ഒരുക്കിയിരിക്കുന്ന കെണിയാണിതെന്നും ഇന്ദ്രനാണ് ഇതിൻ്റെ അകത്ത് കളിച്ചിരിക്കുന്നതെന്നും സേതുവിന് അറിയില്ല. സേതു വന്നിട്ട് എൻ്റെ മോപ്പെടുക്കാൻ വേണ്ടി അങ്ങ് ചെന്ന് കയറിയപ്പോൾ ഇന്ദ്രനും ഗ്യാങ്ങും കൂടെ അങ്ങോട്ടേക്ക് വന്നു. സേതു കയറിയത് ഇവന്മാർ പുറത്തുനിന്ന് പതുക്കെ ഡോർ അങ്ങ് ക്ലോസ് ചെയ്തു. ഇന്ദ്രൻ അത് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ മാറി നിൽക്കുക. അപ്പോൾ സേതു ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാൻ നോക്കിയപ്പോൾ ഡോറ് ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. ഇതാരും ഈ ഡോറ് ക്ലോസ് ചെയ്തതെന്ന് ചോദിച്ചു കുറേ ഇങ്ങനെ കൊട്ടി തട്ടിയൊക്കെ വിളിച്ചു. പക്ഷേ ഇവിടെ നിന്ന് തുറക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ സേതു ഒരു തരത്തിൽ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങാനായിട്ട് നോക്കുക. അപ്പോൾ ഇറങ്ങാൻ നോക്കിയപ്പോഴും പറ്റുന്നില്ല. പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ സേതു അത് തല്ലിപ്പൊളിച്ചു. എന്നിട്ട് സേതു ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഇതാരാ പൂട്ടിയിട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആരാണെന്ന് എന്താണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ്റെ പണി തന്നെ ആയിരിക്കും ഇതെന്ന് സേതുവിന് മനസ്സിലായി. അപ്പോൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി സേതുവിൻ്റെ ആ കോൺട്രാക്റ്റ് അവിടുന്ന് കളയുക എന്നുള്ളതാണ് ഇവൻ ഉദ്ദേശിച്ചത്, ഈ ഇന്ദ്രൻ എന്ന് പറയുന്നവൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ആ ഒരു കാര്യം പകുതി വരെ എത്തിക്കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിലോ സേതു ഇങ്ങനെ അവിടുന്ന് ഇറങ്ങിപ്പോന്നിങ്ങനെ നോക്കി നിൽക്കുന്നത് ആരാ ചെയ്തതെന്ന്. അപ്പോൾ ഇന്ദ്രനായിരിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെടുത്തു. ഇന്ദ്രൻ നേരത്തേക്കും കൂട്ടുകാരുമായിട്ട് അപ്പുറം മാറി നിന്ന് സംസാരിക്കുക കേട്ടോ, ഭയങ്കര ജയിച്ചു എന്നുള്ളൊരു ഭാവത്തിൽ. അങ്ങനെ നമ്മുടെ ഇന്ദ്രനെ നോക്കി സേതു അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ അവിടെ നിൽപ്പുണ്ട്. ഇന്ദ്രാന്ന് വിളിച്ചങ്ങ് ചെന്ന് കഴിഞ്ഞിട്ട് നീ എന്ത് പണിയാടാ കാണിച്ചതെന്ന് ചോദിച്ചു. പണിയോ? എന്ത് പണി? ഞാനൊരു പണിയും കാണിച്ചില്ലെന്ന് ഇന്ദ്രൻ പറയുക. നീ എൻ്റെ മുന്നിൽ അഭിനയിക്കാൻ നിൽക്കരുത്, നീ എന്തിനാടാ എന്നെ അവിടെ റൂമിൽ പൂട്ടിയിട്ടേന്ന് ചോദിച്ചപ്പം ഞാൻ പൂട്ടിയിട്ടില്ലാന്ന് ഇന്ദ്രൻ. അപ്പോൾ കൂടെ നിൽക്കുന്നവരെല്ലാവരും ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുക. അല്ല ഞാനെന്തിനാ നിന്നെ പൂട്ടിയിടുന്നത്, അതിൻ്റെ ആവശ്യം എന്താ എനിക്കെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ വലിയ ഡയലോഗ്. നിന്നോട് ഞാൻ വെല്ലുവിളിച്ചത് വേറൊരു കാര്യമല്ലേ, അത് ഞാൻ ചെയ്തിരിക്കും. നിൻ്റെ പെങ്ങളെ ഞാൻ എൻ്റെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കും, നീ നോക്കിക്കോളാൻ പറഞ്ഞു. നീ എന്ന തടസ്സം ഞാൻ നീക്കുവിടാന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഈ ഇന്ദ്രൻ ഇങ്ങനെ വാശി കയറ്റിച്ചുകൊണ്ടേ ഇരിക്കുക സേതുവിനെ. സേതുവാണെങ്കിൽ മാക്സിമം കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുന്നു. ഇവൻ കുറേയൊക്കെ പറഞ്ഞിട്ട് സേതു പ്രതികരിച്ചില്ല. ഇത് കഴിഞ്ഞിട്ട് ഇവൻ നേരെ സ്വാതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സ്വാതിയോട് തനിക്ക് ഇഷ്ടമാണ്, ക്രഷാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. ഈ പെണ്ണാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ നോക്കിയിരിക്കുന്നത് രീതിയിലാണ് കിടന്ന് കുഴഞ്ഞാടി ആ ഒരു രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ പല്ലവി അങ്ങോട്ട് സേതുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, സേതുവേട്ടാ ഇന്ന പോലെ പ്രശ്നമുണ്ട്, സ്വാതി എന്നോട് ഈ രീതിയിലാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സേതുവിൻ്റെ കയ്യിൽ നിന്ന് പോയെല്ലാം കൂടി. അപ്പോൾ സേതു ആണെങ്കിലോ ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോൾ അവനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഇതിൽ ഇവരിങ്ങനെ സംസാരിച്ചപ്പോൾ പല്ലവി പറഞ്ഞു, സേതുവായിട്ടൊരു ഇന്ദ്രനെ തല്ലണം, അവനെ തല്ലിയേ പറ്റൂ, ഇനി അവനെ കോളേജ് ക്യാമ്പസിൽ കാലെടുത്ത് വെക്കരുതെന്നും പറഞ്ഞുകൊണ്ട് പല്ലവി പറയാം. അപ്പോൾ പല്ലവി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ
നമ്മുടെ സേതുവിന് കുറച്ചുകൂടി ധൈര്യമായി. സേതു അങ്ങ് ചെന്നില്ലേ. ചെന്നപ്പോൾ ഇവനാണെങ്കിൽ സ്വാതിയെക്കുറിച്ച് മോശമായ രീതിയിലൊക്കെ ഈ സേതുവിനോട് പറയാം. അപ്പോൾ അവളെ ഞാൻ അങ്ങനെ കണ്ടടാ, അവളെ ഞാൻ ഇങ്ങനെ കണ്ടടാ, അങ്ങനെ ചെയ്തടാ, ഇങ്ങനെ ചെയ്തടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും. ഇത് കേട്ട് നമ്മുടെ ചേട്ടനായ സേതു നോക്കി നിൽക്കുമോ. ഇവനിട്ട് ഒരൊറ്റ ഇടി അങ്ങ് കൊടുത്തു. ഇവൻ തെറിച്ച് പോയങ്ങ് വീണു. ഇവൻ സേതു ഞാൻ എടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷെ സേതു വിട്ടുകൊടുത്തില്ല. പിന്നെ അവിടെ ഒരു എന്താ പറഞ്ഞ ഒരു യുദ്ധം തന്നെയായിരുന്നു. എന്താണോ ഈ ഇന്ദ്രൻ ഉദ്ദേശിച്ചത്, അത് സേതുവിനെ അവിടെ നിന്ന് ഇറക്കിയിട്ട് അവിടെ അഴിഞ്ഞാടി നടക്കാം പല്ലവി സ്വാതി ഇവരെ രണ്ടുപേരെയും ഇട്ട് വട്ടം കറക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാ. പക്ഷെ ചീറ്റിപ്പോയി. സേതുവിൻ്റെ അടുത്തല്ലേ അവൻ്റെ കളി. 1-2 ഇടിയൊക്കെ നമ്മുടെ സേതു കൊണ്ടു. എങ്കിൽ പോലും അടിച്ച് അവനെ കമ്പി കഷ്ണത്തിന് അല്ലാത്ത തടി കഷ്ണത്തിനൊക്കെ അടിച്ച് അവനെ ഇഞ്ച പരുവാക്കി കളഞ്ഞു നമ്മുടെ സേതു. ഇനി അവനെയും കൊണ്ട് ചുരുക്കം പറഞ്ഞ ഒന്നിനും കൊള്ളത്തില്ല. അങ്ങനെ സേതുവിനെ കോളേജിൽ നിന്ന് ഇറക്കാൻ നിന്നിട്ട് ഇപ്പോൾ ഇന്ദ്രൻ പോകുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. എന്തായാലും ഇന്ദ്രൻ ഇനി അടുത്തെങ്ങും കോളേജിലേക്ക് കയറില്ലാത്ത അവസ്ഥയിലാക്കി കളഞ്ഞു നമ്മുടെ സേതുവിനെ. ഇടിച്ച് പഞ്ചറാക്കി കളഞ്ഞു. അങ്ങനെ അപ്പോഴത്തേക്കും പ്രിൻസിപ്പളും കാര്യങ്ങളെല്ലാം പിള്ളേരെല്ലാം കൈയടിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ശബ്ദം കേൾപ്പിക്കുക. അപ്പോഴത്തേക്കും ടീച്ചർമാർ അയ്യോ അടിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു. പക്ഷേ സേതു ഒന്നും കേൾക്കുന്നില്ല. സേതുവിൻ്റെ ഒരു കൈക്കുള്ളതില്ല ഇന്ദ്രൻ കൊടുത്തവനെ പഞ്ഞി കിട്ടു. ഇത് കഴിഞ്ഞ് പിന്നെ പ്രിൻസിപ്പാൾ വിളിപ്പിച്ചു. സേതുവിനെ വിളിപ്പിച്ചിട്ട് സേതുവിനോട് ശരിക്കും കനത്തിന് തന്നെ അങ്ങ് പറഞ്ഞു കേട്ടോ, തന്നെ ഇവിടെ കോൺട്രാക്റ്റിൽ കൊണ്ടുവന്നത് എൻ്റെ കയ്യിലെ മിസ്റ്റേക്കാണ്, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സേതു നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടും ഇയാളതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല. സേതുവിൻ്റെ കയ്യിലാണ് കുറ്റം മുഴുവനും എന്നുള്ള രീതിയിൽ ഇയാൾ സംസാരിക്കുക. അപ്പോൾ ഇയാൾ സംസാരിച്ചതൊന്നും സേതു അത്ര ഇതായിട്ടൊന്നും എടുത്തില്ല. ഏതായാലും ഇവനെ ചവിട്ടി അരച്ച് പഞ്ഞിക്കിടാൻ കൊല്ലാൻ പറ്റില്ല, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഇത് കഴിഞ്ഞിട്ട് ഇന്ദ്രനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കയ്യിലും കാലയിലും എല്ലാം പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ കിടക്കുവാണ്. ജീവച്ഛവമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഇന്ദ്രനെ അമ്മ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ കിളി പോയി. രാജലക്ഷ്മി ഇങ്ങനെ മകനെ നോക്കി വിങ്ങി പൊട്ടി കരയോ കേട്ടോ. എന്നാലും എൻ്റെ മോനേന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രനാണ് മിണ്ടാൻ പോലും വയ്യ, അത്രമേൽ അങ്ങോട്ട് ഇതാക്കി. പിന്നെ നമ്മുടെ സേതുവിനെ അവിടുന്ന് കോളേജിൽ നിന്ന് ഈ കോൺട്രാക്റ്റ് മതിയാക്കി പോകണം എന്നുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സേതു ഉള്ള കാര്യങ്ങളെല്ലാം സാറിനോട് പറഞ്ഞു. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഒരു പരിധി വരെ അവിടെ പരിഹരിക്കാനായിട്ട് സേതുവിന് കഴിഞ്ഞു. സ്വാതിക്ക് വേറെ അബദ്ധങ്ങളൊന്നും പറ്റാതെ ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് സേതു ആണെങ്കിൽ സ്വാതിയോട് ഇക്കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാം. അപ്പോഴും അവളുടെ അഹങ്കാരം അതിനൊരു കുറവുമില്ല. ആ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു. പക്ഷേ ഋതിക അതിനൊന്നും പറഞ്ഞില്ല കേട്ടോ. കാരണം അങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് അനിയത്തി എന്ന് ചാടുക എന്ന് പറയുന്നത് അത് ഋതികയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. പക്ഷേ നമ്മുടെ തിരുവേരി പറഞ്ഞതുപോലെ തന്നെ ചെറിയ മാറ്റങ്ങളും ചെറിയ പ്രശ്നങ്ങളും ഒക്കെ അച്ചുവിൻ്റെ കല്യാണ സംബന്ധമായി അവിടെ പൊന്നുമടത്തിൽ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്തിനും ഏതിനും പല്ലവിയും സേതുവും ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പല്ലവിയെ ചേർത്ത് സേതുവിനെ കളിയാക്കാൻ തുടങ്ങി പൂർണിമ. എന്താണ് മനസ്സിലുള്ളതെന്നൊക്കെ എനിക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞ് അമ്മ മകനോട് പറയുന്നൊരിത്. പിന്നെ അമ്മയുടെ മുന്നിൽ കുണിങ്ങി നാണം കുണിങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം മകൻ്റെ ഇഷ്ടം അത് ഇങ്ങനെ അമ്മ മനസ്സിലാക്കി പറയുന്നു. ഇത് ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ അമ്മയും മോനും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി. ഇപ്പോൾ ഈ സമയത്താണ് അച്ചുവിനെ ഈ നിഖിൽ ഫോൺ വിളിക്കുന്നത്. നിഖിൽ ഫോൺ വിളിച്ചിട്ട് ഒരുമിച്ച് കാണണമെന്നും ഹോട്ടലിൽ മുറി എടുക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അച്ചുവിനോട് പറയുക. ഇത് കേട്ടപ്പോൾ അച്ചു ഞെട്ടിപ്പോയിട്ട് അച്ചു ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടു. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പേടിപ്പീരും ഭരണവും കാര്യങ്ങളും ഒക്കെ. കല്യാണം ഉറപ്പിച്ചതേ ഉള്ളൂ, അതിന് മുന്നേ ഇങ്ങനെ കയറി ഭരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വലിയ ഭരണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ഡയലോഗുകൾ. അപ്പോൾ ഇതൊക്കെ കേട്ട് അച്ചു ഇങ്ങനെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴേക്കും ഇവൻ ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തി അച്ചുവിനോട് ദേഷ്യത്തിൽ സംസാരിക്കുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേതു ഇങ്ങനെ അച്ചുവിൻ്റെ ഈ ഫോൺ വിളിയും അല്ലെങ്കിൽ അച്ചുവിൻ്റെ ഈ ഒരു സങ്കടഭാവമൊക്കെ കണ്ടു വന്നിട്ട് ചോദിച്ചു, മോക്ക് എന്താ പറ്റിയേ, എന്താ മോളുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചുള്ള കാര്യം ഏട്ടനോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതുവിന് മനസ്സിലായി ഇത് അത്ര നല്ല കാര്യമല്ല, ഇവൻ എന്തോ ഒരു ഉഡായിപ്പ് കേസാണ് എന്നുള്ളത്. അപ്പോൾ സേതു ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു, മോള് വിഷമിക്കണ്ട, മോള് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഏട്ടനല്ലേ ഉള്ളത്, മോളൊന്നും കൊണ്ട് ഓർത്ത് വിഷമിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഏട്ടൻ അനിയത്തിയെ ചേർത്ത് പിടിക്കുക. ഇത് കഴിഞ്ഞ് ഏട്ടനും അനിയത്തിയും കൂടിയുള്ള ആ ഒരു സംസാരമൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി നമ്മുടെ ഋതിക ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ അച്ചു റൂമിലേക്ക് ചെന്നു. അതും സേതുവിനെ പറ്റി പറയാനാണ്, അതുപോലെ തന്നെ നിഖിലിനെ പറ്റി പറയാനും. അപ്പോൾ ഇങ്ങനെ സേതുവിനെ പറ്റി നമ്മുടെ അച്ചു ചെന്ന് ഋതികയോട് പറയുമ്പോൾ ഋതികയ്ക്ക് അതൊന്നും കേൾക്കാനായിട്ട് പ്രത്യേകിച്ച് താല്പര്യങ്ങളോ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇത്രയൊക്കെ അവിടെ സംഭവിച്ചിട്ടും എനിക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ സ്വാതി നല്ല കൂർക്കം വലിച്ചു കിടന്നുറങ്ങുക. അപ്പോഴാണ് നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അച്ചു അങ്ങ് ചെന്നിട്ട് ചേട്ടൻ്റെ കാര്യങ്ങളും അതുപോലെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഋതിക അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതൊന്നും വകവയ്ക്കാനോ ഒരു മര്യാദ കാണിക്കാൻ പോലും ആ പണ്ടാരം സമ്മതിക്കുന്നില്ല, കാണിക്കുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു
സംസാരത്തിന് കൊണ്ട് കാര്യമൊന്നുമില്ല നമ്മുടെ അച്ചുവിന് മനസ്സിലായി. എങ്കിൽ പോലും പറയാനുള്ള കാര്യങ്ങൾ പറയണമല്ലോ. അച്ചു അത് ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. നിങ്ങൾ ഇതിനൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന ഒരു സമയം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴും ഭയങ്കര ഒരു പുച്ഛഭാവത്തിൽ തന്നെ ഋതിക ഇങ്ങനെ ഇരിക്കുന്നത്. ഋതിക ഇതൊന്നും ബാധിച്ചിട്ടില്ല, ഋതിക ഇതിനകത്ത് ആളേ അല്ല എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ഋതികയും അതുപോലെ തന്നെ നമ്മുടെ അച്ചുവും കൂടെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അച്ചു അങ്ങ് ഇറങ്ങിപ്പോയി. ഇത് കഴിഞ്ഞ് പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലവിയും അതുപോലെ തന്നെ സേതുവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ഇന്ദ്രൻ വരുക. അതായത് ഇവർ കോളേജിൽ പോയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ പൊന്നുമടത്തിൻ്റെ ഫ്രണ്ടിൽ വണ്ടിയിട്ട് ഈ ഇന്ദ്രൻ ഇങ്ങനെ കിടക്കുക ഇവരെ വെല്ലുവിളിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വീടിൻ്റെ മുന്നിൽ വരെ എത്തി, ഇനി ഞാൻ വീട്ടിൽ കയറി കളിക്കോടാ എന്ന് സേതുവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ വന്നിരിക്കുന്നത്. ഇവൻ അങ്ങനെ വന്ന് ഇങ്ങനെ കിടക്കിയത് കണ്ടപ്പോൾ സേതുവിനും അതുപോലെ തന്നെ നമ്മുടെ പല്ലവിക്കും ചെറിയൊരു പേടിയും ടെൻഷനൊക്കെ ആയിട്ട് ഇവൻ എന്ത് കോപ്രായോ ഇനി കാണിക്കാൻ പോകുന്നത്. അകത്തുള്ള ഒരുവളാണെങ്കിൽ ഇവനും വിളിച്ച് അകത്തേക്ക് കയറ്റുന്ന ടൈപ്പ് സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അവളിനി ഇവരോട് പകരം വീട്ടാൻ വേണ്ടി ഇവനെ സ്വന്തം മുറിയിലേക്ക് വിളിച്ചു വരുത്തുമെന്ന് പോലുള്ള പേടി ഇതുങ്ങൾക്ക്. ഇവരിങ്ങനെ ആകെ പേടിച്ച് വരച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. ഇവനൊന്ന് വന്നിട്ട് ഇവരെ ഒന്ന് നോക്കി കണ്ടു പേടിപ്പിച്ചിട്ട് ഇവരെ ഒന്ന് മുൾമുനയിൽ നിർത്തിയിട്ട് ഇവനങ്ങ് പോയി. അതായത് ഇന്ദ്രൻ അങ്ങ് പോയി. അപ്പോഴേക്ക് ഇവർക്ക് രണ്ടുപേർക്കും ആകെ ടെൻഷനായി. ദൈവമേ, ഇവൻ വന്ന് വീടിൻ്റെ ഉമ്മറത്ത് വരെ വന്നു, ഇനി അവൻ എന്തായിരിക്കും ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരിത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് നമ്മുടെ പല്ലവിയും സേതുവും ഒക്കെ നിൽക്കുന്നു. ഇനിയും ഒരുപാട് ഹൃദയസ്പർശിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ കഥയിൽ വരാൻ പോകുന്നത്. ആ ഏട്ടൻ ഈ പെങ്ങന്മാർക്ക് വേണ്ടി കാണിക്കേണ്ട ത്യാഗങ്ങളും അല്ലെങ്കിൽ ചെയ്യേണ്ട ത്യാഗങ്ങളും അതിനൊപ്പം എല്ലാവരുടെയും പഴിയും തെറിയും വഴക്കും ഒക്കെ കേട്ട് പല്ലവി നിൽക്കേണ്ടി വരുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കഥ ഇനിയും മുന്നോട്ടേക്ക് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ, ആരും തന്നെ മിസ് ചെയ്ത് കളയല്ല കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.